നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാടകീയതകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി UDFന്റെ തലമുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അട്ടിമറികളും അസാധു വോട്ടുകളും ഇല്ലാതെയാണ്. പക്ഷേ 102 സീറ്റുകളുമായി അധികാരത്തിലേറിയ UDFിൽ നിന്നും 102 വോട്ടുകളും കിട്ടിയില്ല. ആ ഒരു വോട്ട് എവിടെ പോയി എന്ന ചോദ്യമുണ്ട്. ആ ഒരു വോട്ട് പോയ വഴിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തപ്പുന്നത്. ഒട്ടും അപ്രതീക്ഷിതമല്ലാത്ത എന്നാൽ കൃത്യമായ രാഷ്ട്രീയ വോട്ട് നില രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികളോ വോട്ടു ചോർച്ചയോ അസാധു വോട്ടുകളോ ഇല്ലാതെ തന്നെയാണ് തിരുവഞ്ചൂർ സഭാനാഥന്റെ കസേരയിലേക്ക് ഭൂരിപക്ഷത്തോടുകൂടി നടന്നു കയറിയത്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകൾ ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിയായ AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥിയായ BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. ഇതാദ്യമായാണ് BJPക്ക് വേണ്ടി നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത് എന്നുകൂടി ഓർത്തു നോക്കുക. പ്രോടൈം സ്പീക്കർ G സുധാകരന്റെ കർശനമായ മേൽനോട്ടത്തിലായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നടപടികൾ എല്ലാം തന്നെ സഭയിൽ പുരോഗമിച്ചത്. ഭരണ പ്രതിപക്ഷ മുന്നണികൾ തമ്മിൽ വോട്ടിന്റെ കാര്യത്തിൽ കൃത്യമായ കൃത്യത പുലർത്തിയതിനാൽ പ്രോടൈം സ്പീക്കർക്ക് തന്റെ നിർണായകമായ ആ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തേണ്ടിയേ വന്നതുമില്ല. അവിടെയാണ് ആ ഒരു വോട്ട് പോയ വഴി. വളരെ സുതാര്യവും വേഗത്തിലുമാണ് വോട്ടെണ്ണൽ പൂർത്തിയാക്കി കൃത്യമായ വോട്ട് നില G സുധാകരൻ സഭയെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രോടൈം സ്പീക്കർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സഭയിൽ ഹർഷാരവമാണ് ഉയർന്നത്. തുടർന്ന് സഭയുടെ പരമ്പരാഗതമായ ആചാരപ്രകാരം പുതിയ സ്പീക്കറെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് സംയുക്തമായാണ് സ്പീക്കറുടെ ഔദ്യോഗിക ഡയസിലേക്ക് ആനയിച്ചത്. മുന്നിൽ രാഷ്ട്രീയത്തിലെ കടുത്ത തർക്കങ്ങൾക്കപ്പുറം ജനാധിപത്യത്തിന്റെ ഉന്നതമായ മാതൃക കാണിച്ച് ഇരുവരും തിരുവഞ്ചൂരിനൊപ്പം ഡയസിന്റെ പടവുകൾ കയറുകയായിരുന്നു. ഡയസിലെത്തിയ പുതിയ സഭാനാഥനെ കൈകൂപ്പി തൊഴുതാണ് പ്രോടൈം സ്പീക്കർ G സുധാകരൻ സ്വീകരിച്ചത്. അതീവ സൗഹൃദത്തോടെ തിരുവഞ്ചൂരിന് കൈകൊടുക്കുകയും ആശംസകൾ നേരുകയും ചെയ്ത സുധാകരൻ സ്പീക്കറുടെ ഔദ്യോഗിക ഇരിപ്പിടം അദ്ദേഹത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. 2 ദിവസമായി സഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെ അതീവ ഗൗരവമേറിയ നടപടികൾ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം തന്നെയാണ് G സുധാകരൻ MLA തന്റെ താൽക്കാലിക ഇരിപ്പിടത്തിൽ നിന്നും മാറി സഭയിലെ സാധാരണ അംഗങ്ങൾക്കൊപ്പമുള്ള സീറ്റിലേക്ക് മടങ്ങിയത്. സ്പീക്കർ കസേരയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപവിഷ്ടനായതോടെ ഇനി 16ാം നിയമസഭയുടെ 5 വർഷത്തെ നാഥനായി അദ്ദേഹം ചുമതലയേറ്റു കഴിഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റ് കക്ഷി നേതാക്കളും പുതിയ സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ട് സഭയിൽ സംസാരിച്ചു. ദീർഘകാലത്തെ പാർലമെന്ററി പരിചയമുള്ള തിരുവഞ്ചൂരിന്റെ സാന്നിധ്യം സഭയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും വലിയ പങ്കുവഹിക്കുമെന്ന് നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ പുതിയ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗവും ബജറ്റ് അവതരണവും അടക്കമുള്ള നിർണായക സമ്മേളനങ്ങളിലേക്ക് സഭ കടക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ചോദ്യങ്ങളെയും ഭരണപക്ഷത്തിന്റെ പ്രതിരോധങ്ങളെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. തന്റെ തനതായ സൗമ്യ ശൈലിയിലൂടെയും നയതന്ത്രജ്ഞതയിലൂടെയും സഭയെ മുന്നോട്ട് നയിക്കാൻ തിരുവഞ്ചൂരിന് എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻ UDF സർക്കാരുകളുടെ കാലത്ത് ആഭ്യന്തരം, റവന്യൂ, വിജിലൻസ്, വനം, പരിസ്ഥിതി, സിനിമ തുടങ്ങിയ ഏറ്റവും നിർണായകമായ ഒട്ടനവധി വകുപ്പുകൾ വിജയകരമായി കൈകാര്യം ചെയ്ത ഭരണപരിചയവുമായാണ് തിരുവഞ്ചൂർ ഇപ്പോൾ സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നത്. സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂരിന്റെ പേര് നിർദ്ദേശിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ട്. പുതിയ സർക്കാരിന്റെ കാലത്ത് നിയമസഭയ്ക്കുള്ളിൽ ഭരണ പ്രതിപക്ഷ പോരുകൾ കടുക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഹൈക്കമാൻഡും മുഖ്യമന്ത്രി VD സതീശനും തിരുവഞ്ചൂരിനെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയിലെ കലുഷിതമായ അന്തരീക്ഷത്തിലും ശക്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ചട്ടങ്ങൾ കൃത്യമായി പാലിച്ച് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സഭ മുന്നോട്ട് കൊണ്ടുപോകാനും തിരുവഞ്ചൂരിന്റെ കരിയറിലെ ഈ പക്വതയ്ക്ക് സാധ്യത ഏറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എതിരാളികളെ പോലും കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതെ സരസമായ ശൈലിയിൽ ഒതുക്കുന്ന തിരുവഞ്ചൂരിന്റെ തനത് കോട്ടയം ശൈലി സഭയ്ക്കുള്ളിലെ തർക്കങ്ങളുടെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അണികളും നേതാക്കളും കരുതുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷത്തെ മുതിർന്ന നേതാക്കളുമായി നല്ല സൗഹൃദം പുലർത്തുന്നയാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സഭയിലെ വലിയ തർക്കങ്ങളിൽ മധ്യസ്ഥ വഹിക്കാനും ഇരു വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനും സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിക്കും. പുതിയ UDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ ഭരണ പരിഷ്കാരങ്ങൾക്കും ജനകീയ നിയമനിർമ്മാണങ്ങൾക്കും
നിയമസഭയെ ഒരു മികച്ച വേദിയാക്കി മാറ്റുക എന്ന വലിയ ഉത്തരവാദിത്തം തന്നെയാണ് ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുന്നിലുള്ളത്. ചർച്ചകൾക്കും സംവാദങ്ങൾക്കും കൂടുതൽ സമയം അനുവദിക്കുന്ന ഒരു ജനകീയ സ്പീക്കറായി അദ്ദേഹം മാറുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷം, അതായത് സ്പീക്കറായി സ്ഥാനമേറ്റതിനു ശേഷം തിരുവഞ്ചൂർ നേരെ പോയത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്കാണ്. ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൗസിലേക്കാണ് പോയത്. അവിടെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവർ തമ്മിലുള്ള സംസാരം, അതല്ലെങ്കിൽ അവിടെ എത്തിയ സ്പീക്കർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ആ വാക്കുകളിലേക്ക്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യം തുടങ്ങുന്നത് ഈ നില തന്നെയാണ്. ശ്രീ ഉമ്മൻചാണ്ടി അനുസ്മരിക്കാതെ പോകുന്നത് ഒരു പുതിയ ടേണിംഗ് പോയിന്റിൽ ഒട്ടും ഗുണമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് വളർന്നു വന്നതല്ലേ, എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ ഭവനത്തിലെത്തുമ്പോൾ അതിൻ്റെ എല്ലാം ശരിയൊരു ഓർമ്മ നമ്മുടെ മനസ്സിലെത്തുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു കാലത്ത് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. ആ ഉമ്മൻചാണ്ടിയുടെ ഭവനത്തിൽ വന്ന് ഈ പുതിയ തുടക്കത്തിലേക്ക് പോകുന്നത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും എന്നുള്ള ചിന്തയാണ് ഇവിടെ നിന്ന് വന്ന് പോകാൻ തീരുമാനിക്കാൻ കാരണം. നിശ്ചയമായിട്ടും അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ചാണ്ടി എനിക്ക് എൻ്റെ ഒരു സഹോദരനാണ്. ഞങ്ങളൊരു ഉമ്മൻചാണ്ടിയുടെ മോൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിലെവിടെയാണ്, ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ചാണ്ടി. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അമ്മയും വെച്ച് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം നാളെ രാവിലെ എന്റെ പിതാവിന്റെ കല്ലറയിലോട്ടും വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കാണിക്കുന്നത് എന്താണ്, ഉമ്മൻചാണ്ടി എന്തായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ്. കാരണം എന്റെ പിതാവ് സുഖിലായിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കിയിരുന്ന ബാംഗ്ലൂർ വരെ വന്ന് അദ്ദേഹത്തെ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് സ്പീക്കർ ആവുമ്പോൾ ഞാൻ ഓർക്കുന്ന ആദ്യം അദ്ദേഹം അപ്പയോട് തന്നെയാണ് മന്ത്രിയാവുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വകുപ്പ് ആഭ്യന്തരം ഉൾപ്പെടെ അപ്പ ഏൽപ്പിച്ച വ്യക്തിയാണ് തിരുവഞ്ചൂർ സാറ്. അത്രയ്ക്ക് ചേർന്ന് പ്രവർത്തിച്ച രണ്ട് നേതാക്കളാണ് ഇരുവരും. ഇന്ന് തിരുവഞ്ചൂർ സാറിന് എല്ലാ ആശംസകളും നേരുകയാണ്. അദ്ദേഹം കേരളത്തെ നയിക്കുവാൻ പോവുകയാണ്. എല്ലാ ആശംസകളും. അസംബ്ലിയുടെ നാഥൻ കേരളത്തിന്റെ കൂടി നാഥനാണ്. എല്ലാ ആശംസകളും സാർ. എനിക്ക് പണ്ടത്തെ ഒരു കാര്യം തിരുവഞ്ചൂരിൽ ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പിള്ളേർ പോന്ന് തീരെ കൊച്ചാ. ഇപ്പൊ കുഞ്ഞു വരുന്ന പറഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തെ പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാർ വന്നപ്പോ ലൈറ്റൊക്കെ പോയി അപ്പേന്ന് ഓർക്കും. ഞാനിപ്പോഴും പെട്ടെന്ന് ഓർത്തു. എനിക്കപ്പോ പിന്നെ പണ്ട് കുഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് നിങ്ങൾക്ക് പണ്ട് തുടങ്ങുന്ന കാലത്തൊക്കെ ആളില്ലാഞ്ഞിട്ട് അവിടെ പൂട്ടിയിട്ടത്. Okay, thank you.